നമസ്കാരം, വില്ലേജ് ന്യൂസ് വെബ് ടിവിയിലേക്ക് സ്വാഗതം. നാളെ SITക്ക് മുന്നിൽ ഡി മണി എത്തുമോ? 1 ടൺ ഭാരമുള്ള ചോദ്യമാണിത്. കാരണം പലതുണ്ട്. ഇതുവരെ ഡി മണി താനാണെന്ന് മണി സമ്മതിച്ചിട്ടില്ല. SIT പറയുന്ന ഡി മണി താനല്ലെന്നും താൻ MS മണിയാണെന്നുമാണ് മണി അവകാശപ്പെടുന്നത്. തനിക്ക് സ്വർണത്തിന്റെയോ വിഗ്രഹങ്ങളുടെയോ കച്ചവടം ഇല്ലെന്നും താൻ വെറും ഒരു റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ മാത്രമാണെന്നുമാണ് മണി പറയുന്നത്. എന്നാൽ SIT ഇത് വിശ്വസിക്കുന്നില്ല. SIT മാത്രമല്ല, SITക്ക് ഇൻഫർമേഷൻ നൽകിയ പത്തനംതിട്ടയിലെ വ്യവസായിയും മണിയുടെ വാദത്തെ നിഷേധിക്കുന്നു. തങ്ങൾ ഉദ്ദേശിക്കുന്ന ഡി മണി അഥവാ ഡയമണ്ട് മണി അല്ലെങ്കിൽ ഡിണ്ടുക്കൽ മണി ഇത് തന്നെയാണെന്നാണ് SIT ഉറപ്പിക്കുന്നത്. ഈ ഉറപ്പിനു പിന്നിൽ മറ്റു ചില സാഹചര്യ തെളിവുകൾ കൂടിയുണ്ട്. ഈ മണി പണ്ട് വെറും മണിയായിരുന്നു. പലരെയും മണിയടിച്ച് ജീവിച്ചിരുന്ന വെറും മണി. പിന്നീട് ഇയാൾ ഓട്ടോറിക്ഷ ഡ്രൈവർ ആയപ്പോൾ ഓട്ടോ മണിയായി. ആ തൊഴിൽ ഉപേക്ഷിച്ച് വജ്ര വ്യാപാരത്തിലേക്ക് തിരിഞ്ഞപ്പോൾ ഇയാൾ ഡയമണ്ട് മണിയായി. പക്ഷേ ഇപ്പോഴും ഇയാൾ സ്വർണത്തിന്റെയോ വിഗ്രഹങ്ങളുടെയോ ബിസിനസ് ഉണ്ടെന്ന് സമ്മതിക്കുന്നില്ല. എന്നാൽ ഡിണ്ടുകളിൽ ഒരു സമാനന്തര സാമ്രാജ്യം തന്നെയുള്ള മണിക്ക് കഴിഞ്ഞ 6-7 വർഷമായി ഉണ്ടായിരിക്കുന്ന അഭൂതപൂർവം ആയ സാമ്പത്തിക വളർച്ച ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ഇതൊക്കെ ആ നാട്ടിലുള്ളവരും സാക്ഷ്യപ്പെടുത്തുന്നു. ഒരു മൊബൈൽ കണക്ഷൻ സ്വന്തം പേരിൽ സമ്പാദിക്കാത്ത മണിക്കുള്ള കോടികളുടെ സാമ്പത്യം ഇതിനകം SIT കണ്ടെത്താൻ കഴിഞ്ഞു. ഇതെല്ലാം റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിലൂടെ നേടിയതാണെന്ന് മണി പറയുന്നുണ്ടെങ്കിലും SIT അത് വിശ്വസിക്കുന്നില്ല. അവരുടെ മുന്നിൽ ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങളും ചില നിഗമനങ്ങളുമുണ്ട്. മണിയുടെ വളർച്ചയുടെ കാലഘട്ടത്തിലാണ് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളകൾ നടന്നിരിക്കുന്നത്. ശബരിമലയിലെ സ്വർണമാണോ മണിയുടെ എക്കണോമിക്കൽ ബൂമിങ്ങിന് കാരണം? സ്വന്തം പേരിൽ ഫോൺ കണക്ഷൻ ഇല്ലാത്ത മണിയുടെ സഹചാരികളായ ബാലമുരുകന്റെയും ശ്രീകൃഷ്ണന്റെയും ഫോണുകളിലേക്കാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി നിരവധി തവണ വിളിച്ചിട്ടുണ്ട്. ഇത് എന്തിനു വേണ്ടിയായിരുന്നു? ബാലമുരുകനും ശ്രീകൃഷ്ണനും ആയിരുന്നോ ഈ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്തിരുന്നത്? അതോ മണിയായിരുന്നോ? SITക്ക് ഇന്ന് വരെ ഇതിന് ഉത്തരം കിട്ടിയില്ല. ഉത്തരം നൽകാൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മണിയും തയ്യാറായിട്ടില്ല. SITക്ക് ഇതിന് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്. അതിന് മണിയെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. അതിനായിരിക്കുമോ മണിയെ 30-ാം തീയതി തിരുവനന്തപുരത്തേക്ക് വിളിപ്പിച്ചിരിക്കുന്നത്? തിരുവനന്തപുരത്തെ പ്രമുഖ ഹോട്ടലിൽ വെച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റിയും ശബരിമലയിലെ പ്രമുഖനും മണിയിൽ നിന്ന് 500 കോടി രൂപ കൈപ്പറ്റുകയും പഞ്ചലോകത്തിലുള്ള 4 വിഗ്രഹങ്ങൾ കൈമാറിയെന്നുമാണ് വ്യവസായി SITക്ക് നൽകിയിരിക്കുന്ന മൊഴി. മാത്രമോ, 1000 കോടി രൂപയുടെ ബിസിനസ് ആണ് പ്ലാൻ ഇട്ടിരുന്നതെന്നും ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തെയും ഉന്നമിട്ടിരുന്നെന്നും പറഞ്ഞതായാണ് അറിയാൻ കഴിഞ്ഞത്. ഇവിടെ ചില വൈരുദ്ധ്യങ്ങൾ തല ഉയർത്തുന്നു. ശബരിമലയിൽ പഞ്ചലോക വിഗ്രഹങ്ങൾ ഇല്ലായിരുന്നെന്നാണ് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റീവ് ആയിരുന്ന രാധാകൃഷ്ണനും ശില്പിയായിരുന്ന മഹേഷ് പണിക്കരും പറയുന്നത്. കൊടിമരത്തിനു മുകളിലുള്ള വാജീവാഹനത്തിന്റെയും കൊടിമരത്തിലുള്ള അഷ്ടദിക്ക് പാലകരുടെയും ആരാട്ടിന് എഴുന്നള്ളിക്കുന്ന ശബരിമല അയ്യപ്പന്റെയും വിഗ്രഹം മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത്. ഇതാണോ ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേന മണിക്ക് നൽകിയത്? കൊടിമരം പുതുക്കിയപ്പോൾ എടുത്തുമാറ്റിയ വാജീവാഹന വിഗ്രഹം തന്റെ പക്കൽ ഉണ്ടെന്നാണ് ക്ഷേത്ര തന്ത്രി പറഞ്ഞിരിക്കുന്നത്. അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഇതാണോ മണിക്ക് നൽകിയത്? എങ്കിൽ തന്ത്രിയുടെ കയ്യിൽ ഇപ്പോഴുള്ള വാജീവാഹന വിഗ്രഹം ഡ്യൂപ്ലിക്കേറ്റ് ആണോ? ഇവിടെയും ദേവസ്വം ബോർഡിന്റെ വലിയ പിഴയാണ് തെളിഞ്ഞു വരുന്നത്. ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങൾ മാറ്റി പുനർപ്രതിഷ്ഠിക്കുമ്പോൾ പഴയ വിഗ്രഹം തടിയാണെങ്കിൽ കത്തിച്ചു കളയണം, കല്ലാണെങ്കിൽ ജലത്തിൽ നിമജ്ജനം ചെയ്യണം, ലോഹമാണെങ്കിൽ ഉരുക്കി രൂപം മാറ്റണം എന്നുമാണ് ദേവസ്വം മാനുവലിൽ നിർദ്ദേശിച്ചിട്ടുള്ളത്. അതാണ് തന്ത്രവിധി. അങ്ങനെയെങ്കിൽ ഈ വിഗ്രഹങ്ങൾ എന്തുകൊണ്ട് ഒരുക്കിയില്ല? എന്തിനു തന്ത്രിക്ക് നൽകി? ആരാണ് ഇതിന് ഉത്തരവാദി? അവിടെയും തീരുന്നില്ല പ്രശ്നങ്ങൾ. മുൻ ദേവസ്വം അഡ്മിനിസ്ട്രേറ്ററുടെ വാക്കുകൾ മാനിച്ചാൽ കൈമാറിയ വിഗ്രഹങ്ങൾ ശബരിമലയിലേത് അല്ലെന്ന് വേണം ഊഹിക്കാൻ. അങ്ങനെയെങ്കിൽ അത് ഏത് ക്ഷേത്രത്തിലേത്? മറ്റു ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾ സ്വന്തം കയ്യിൽ എത്തണമെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഉന്നതനോ തന്ത്രിയോ ആയിരിക്കണം ആ പ്രമുഖൻ. 109ഓളം ക്ഷേത്രങ്ങളിലെ തന്ത്രിയായ വിശിഷ്ട വ്യക്തിക്കോ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോ ദേവസ്വം മന്ത്രിക്ക് മാത്രമേ അതിന് അവസരമുണ്ടാവുള്ളൂ. അവരിൽ ആരാണ് പഞ്ചലോക വിഗ്രഹം കൈമാറിയത്? തന്ത്രിയോ മന്ത്രിയോ ദേവസ്വം പ്രസിഡന്റോ?
അങ്ങനെ സംഭവിച്ചെന്ന് മൊഴി നൽകിയ വ്യവസായി തറപ്പിച്ചു പറയുമ്പോൾ മൂന്നാമത്തെ വ്യക്തിയെ അറിയാവുന്നത് പോറ്റിക്കും മണിക്കും മാത്രമാണ്. നാളെ മണി ഹാജരാകുമോ? അത് ആരാണെന്ന് പറയുമോ? തന്ത്രിയോ മന്ത്രിയോ ആ മൂന്നാമൻ? വിശ്വാസികളുടെ തലയ്ക്കു മുകളിൽ ചോദ്യങ്ങൾ കൃഷ്ണപ്പരുന്തുകളെ പോലെ റാഗി പറക്കുന്നു. ഉത്തരങ്ങൾ തേടി SIT നിലയില്ലാ കയത്തിൽ തപ്പുന്നു. ഉത്തരം കാണണം, കണ്ടേ തീരും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ വില്ലേജ് ന്യൂസ് വെബ് TV സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒപ്പം കമന്റ് ആൻഡ് ഷെയർ ചെയ്യുക.